ഗായ്സ്, ഇന്നൊരു മിനി വ്ളോഗാണ്. കൊച്ചു തിരിച്ച് ദുബായിലേക്ക് പോവാണ് 10 ദിവസത്തെ ലീവിന് ശേഷം. ഇനി അടുത്ത വരവിലാണ് നമുക്ക് ഇതേപോലെ ഒന്ന് കാണാനൊക്കെ പറ്റുന്നത്. അപ്പോൾ ഞങ്ങളുടെ ഫാമിലിയിലും എല്ലാവരും ഉണ്ടായിരുന്നു. അങ്ങനെ എല്ലാവരും നമ്മൾ രാത്രി 10 മണിയൊക്കെ ആയപ്പോഴത്തേക്കാണ് താഴോട്ട് ഇറങ്ങി വന്നത്. അങ്ങനെ തപ്പാനായി ഉണ്ടായിരുന്നു, ആമിനുണ്ടായിരുന്നു, എല്ലാവരും ഉണ്ടായിരുന്നു. അങ്ങനെ ഞാൻ ആദ്യം ഫോണും കൊണ്ട് തന്നെ ഇറങ്ങിയപ്പം തന്നെ തപ്പാനായാണ് കണ്ടത്. തപ്പാന കിണത്തിൻ്റെ മണ്ട എങ്ങനെ ഇരിക്കുവാണ് ഗായ്സ്. അങ്ങനെ പറഞ്ഞുകൊണ്ടാണ് ഞാൻ വ്ളോഗ് സ്റ്റാർട്ട് ചെയ്യുന്നത്. പിന്നെ നമ്മളെല്ലാവരും അവിടുത്തെ റോഡിൽ ഇറങ്ങി. പിന്നെ നമ്മൾ റോഡിൽ നിന്നായി സംസാരങ്ങൾ. പിന്നെ എല്ലാവരും വീട്ടിൽ നിന്ന് ഓരോരുത്തരായിട്ട് ഇറങ്ങി അവർ വഴിയിൽ റോഡിലോട്ട് വന്നിരുന്ന സംസാരങ്ങളായി. ഇവിടെ 2 പാർട്ടിയാണുള്ളത്, അതായത് കമ്മ്യൂണിസ്റ്റും കോൺഗ്രസും. അപ്പോൾ ആ 2 പാർട്ടിയെക്കുറിച്ചുള്ള സമ്മേളനമാണ് ഇവിടെ നടക്കുന്നത്. ഇനിയിപ്പോൾ ഉപ്പായും മാമച്ചയും കൂടെ വന്ന് പാർട്ടിയെക്കുറിച്ചുള്ള കാര്യങ്ങളാണ് പറയുന്നത്. അങ്ങനെ ആ ഗ്യാപ്പിൽ അച്ഛനാണെങ്കിൽ അതിന് പെങ്കൊച്ചാക്കി ചുറ്റിക്കെട്ടി കൊടുക്കുവാണ്. പിന്നെ മാമച്ചിയുടെ വണ്ടിയെക്കുറിച്ചായി പിന്നെ ഞങ്ങളെ ട്രോളിങ്. പിന്നെ ആ വണ്ടിയെക്കുറിച്ചാണ് പറച്ചിൽ തുടങ്ങിയത്. മീൻ വിറ്റിട്ട് വന്ന വഴിയായിരുന്നു. ഞങ്ങൾ പിന്നെ 5 പോകുന്നുണ്ടായിരുന്നു. അപ്പോൾ വണ്ടിയും കൂടെ വിളിച്ചിട്ടാണ് ഞങ്ങളെല്ലാവരും റോഡിലോട്ട് ഇന്നത്. പിന്നെ വന്നില്ല, ഒരു 10 മിനിറ്റ് കഴിഞ്ഞിട്ട് വന്നാൽ മതിയായിരുന്നു പറഞ്ഞായിരുന്നു. നമുക്കറിയാവുന്നൊരു മാമായിരുന്നു. പിന്നെ എനിക്കായി ട്രോളിങ്. നിനക്ക് കണ്ടന്റ് വേണമെങ്കിൽ ഞാൻ പറഞ്ഞു തരാം. പാർട്ടിയെക്കുറിച്ച് നീ നല്ലൊരു 2 കണ്ടന്റ് അങ്ങ് ഇട്ടാൽ മതി, നിൻ്റെ വീഡിയോ വേണമെങ്കിൽ റീച്ച് ആവും എന്നൊക്കെ പറഞ്ഞ് മാമച്ചി ഇങ്ങനെ എന്നെ ഉപദേശിക്കുകയാണ്. നീ അങ്ങനെയല്ല വീഡിയോ എടുക്കേണ്ടത്, ഇങ്ങനെയാണ്. ഉപ്പാടെ വക പ്രസംഗം ഇങ്ങനെ തുടർന്നുകൊണ്ടേയിരുന്നു. ഒരു സൈഡിൽ മാമച്ചി. പിന്നെ അതൊക്കെ കഴിയുമ്പോഴത്തേക്കും ഞങ്ങൾ വിളിച്ച് ഓട്ടോ വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ ഓട്ടോയിൽ കയറാനായിരുന്നു അടി. ആദ്യം തപ്പാന കയറാൻ പോയി. അപ്പോഴത്തേക്ക് മാമ പറയാം, 5 പോകാനുള്ളവർ അങ്ങ് കയറട്ടെ, നിങ്ങളൊക്കെ ഇവിടെ ഇറങ്ങാനുള്ളതിൽ അങ്ങനെ പിന്നെ കയറാം. അപ്പോഴത്തേക്ക് എന്തായാലും ഞങ്ങൾക്ക് തടിക്കാട്ടി വീട്ടിൽ ഇറങ്ങിയേ പറ്റൂ. കാരണം ഞങ്ങളുടെ സാധനങ്ങളെല്ലാം ഇവിടെ താഴെ ആൻറ്റിയുടെ വീട്ടിലിരിക്കായിരുന്നു. അത് എടുത്തിട്ട് ഞങ്ങൾക്ക് 5 പോകാൻ പറ്റത്തുള്ളൂ. അങ്ങനെ തപ്പാനയും ഹെൻസും കൂടി കയറി. പിന്നെ ഉമ്മായും ആൻറ്റിയും കൂടെ ഓട്ടോയിൽ വരാമെന്ന് വിചാരിച്ചു. ആ ഗ്യാപ്പിൽ തന്നെ ഞങ്ങൾ കൊച്ചയുടെ ബൈക്കിൽ ചാടി കയറി, ഞാനും ആമയും. പിന്നെ ഞങ്ങൾ ബൈക്കിലോട്ട് കൊച്ച് താഴോട്ടാക്കി. ബൈക്കിൽ പോയതായിരുന്നു. ചിരിച്ച് ഒരുപാട് വന്നത്. റൈഡർ കണ്ണാപ്പി എന്ന് പറഞ്ഞിട്ട് ഞാനും അമ്മിനെയും കൊച്ചായി കളിയാക്കൊക്കെ ആയിരുന്നു ഗൈസ്. 2-3 ദിവസം തടിക്കാട്ടിലുണ്ടായിരുന്നു. സത്യം പറഞ്ഞാൽ ഒരു ബോറടി ഇല്ലായിരുന്നു. കാരണം ഞാൻ വീട്ടിൽ ഒറ്റയ്ക്കല്ലേ ഉള്ളൂ. പിന്നെ എല്ലാവരും ഉള്ളിടത്ത് വരുമ്പോൾ നമുക്കൊരു ബോറടി ഇല്ല. എൻസുവിൻ്റെ എല്ലാ കാര്യങ്ങളായിരുന്നു ഇവളുമാർ നോക്കുമായിരുന്നു. പിന്നെ ഇന്ന് ഞങ്ങളങ്ങ് പോവുകയാണ് ഗൈസ്. ഇനി അവളുമാർ ചോദിക്കും ഇനി എന്നാ എൻസുവിനെയും കൊണ്ട് വരുന്നതെന്ന്. പിന്നെ ഞങ്ങൾ പോകുന്ന വഴിക്ക് തന്നെ പൊറോട്ട വാങ്ങിക്കാൻ വേണ്ടി നിർത്തി. അപ്പോൾ അത്രയേ ഉള്ളൂ ഞങ്ങളെ കുഞ്ഞു വിശേഷം.